നമസ്കാരം. സന്തോഷത്തിൻ്റെ താക്കോൽ തേടിയുള്ള ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ സന്തോഷ് ശൂരനാട്. മലയാള സിനിമയിൽ ക്യാരക്ടർ ഇല്ലാതെ വെറും ടൈറ്റിൽ കൊണ്ട് മാത്രം നമ്മളെ ചിരിപ്പിച്ച കഥാപാത്രമാണ് അങ്കമാലിയിലെ പ്രധാനമന്ത്രി. ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച മഹാരഥന്മാരും നമ്മളെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒടുവിലിതാ ചിരിയും ചിന്തയും ബാക്കിയാക്കി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനും. സിനിമ എന്നത് ശരിക്കും പറഞ്ഞാൽ വിനോദത്തിനും വിജ്ഞാനത്തിനും ഉള്ള ഒരു ഉപാധിയായിരുന്നു. ഒരു സിനിമ കാണുന്നതോടെ എല്ലാ സംഘർഷങ്ങളിൽ നിന്നും മനുഷ്യന് ഉല്ലാസവും മനുഷ്യൻ്റെ തലച്ചോറിൽ നല്ല ചിന്തയും അറിവുകളും ആശയങ്ങളും സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വയലൻസിലേക്കും നെഗറ്റീവ് ചിന്തകളും ഇൻഫർമേഷൻ നൽകി മനുഷ്യനെ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുന്നു. ചിരി ആരോഗ്യം നിലനിർത്താനുള്ള ഒരു പ്രധാന ഘടകമാണ് നമുക്കറിയാം. പൂർണ്ണമായും ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഹൃദയത്തിൽ നിന്നും ഒരു പുഞ്ചിരി സമ്മാനിക്കാനും മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താനും കഴിയും എന്നാണ് പരമപൂജ്യ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി പറയുന്നത്. പ്രധാനമായും എത്ര തരം ആരോഗ്യമുണ്ട് നമുക്കറിയാം. മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യം, ഇവ രണ്ടും പ്രധാനമാണെങ്കിലും ഇതിനു പുറമെ നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മൾക്ക് വേണ്ട ആരോഗ്യ ഘടകങ്ങൾ വേറെയുമുണ്ട്. അതെന്തൊക്കെയാണെന്നല്ലേ? ഇമോഷണൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, എൻവയറമെൻ്റ് ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത് എന്നിവ. മാനസികമായ ആരോഗ്യമുള്ള വ്യക്തിക്ക് ക്രമേണ ഈ പറഞ്ഞ ആരോഗ്യ മേഖലകളെല്ലാം കൈവരിക്കാൻ സാധിക്കും. മാനസികമായി ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ പ്രധാനമായും നഷ്ടപ്പെടുന്നത് സ്പിരിച്വൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തുമാണ്. ശരിയായ ആത്മീയ അവബോധമില്ലായ്മയാണ് ഡിപ്രഷനിലേക്കും സമാധാനം തേടി നമ്മൾ അന്ധവിശ്വാസത്തിലേക്കും പോകുന്നത്. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും നല്ലൊരു പുഞ്ചിരി വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങളിൽ അങ്കമാലിയിലെ പ്രധാനമന്ത്രി പുനർജനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സന്തോഷ് ശൂരനാട്.